ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ലാസ്റ്റ് വീഡിയോയുടെ കണ്ടിന്യൂ വീഡിയോ ആണ്, അതായത് ദുബായ് വ്ളോഗിൻ്റെ 4ാം ഭാഗം. അപ്പോൾ അതിൻ്റെ മുമ്പത്തെ വീഡിയോസൊക്കെ കാണാത്തവർക്കായിട്ട് അതിൻ്റെ ലിങ്ക് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്, വേണ്ടവർ ചെക്ക് ചെയ്ത് നോക്കും കേട്ടോ. അപ്പോൾ ഇന്ന് കുട്ടികളെ ലൈബ്രറിയിൽ ഇറക്കി വിട്ടിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നത്. അതായത് ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ലേ, ഹോം സാറസും അതേപോലെ ദാനൂബും ആ ഒരു ഭാഗത്ത് തന്നെയാണ് ഈ ഒരു ഷോപ്പുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കയറുന്നത് ഇവിടെയാണ്, അതായത് ഹോം ബോക്സിലാണ്. പിന്നെ ഹോം സെൻറ്ററൊക്കെ ഇവിടെ തന്നെയാണ് കേട്ടോ. നമുക്ക് ഹോം ബോക്സിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ കയറിയപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് നമുക്ക് ലോട്ടറി കടിച്ചെന്ന് പറയില്ല, അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഹോം ബോക്സിൻ്റെ 10ാം വാർഷികമാണ്. അപ്പോൾ അതുകൊണ്ട് 3 ദിവസം ഇവിടെ എന്ത് വാങ്ങിക്കുകയാണെങ്കിലും, അതായത് 2 സാധനം വാങ്ങിച്ചാലും ഒന്നിൻ്റെ ക്യാഷ് കൊടുത്താൽ മതി. അതായത് ബൈ 1 ഗെറ്റ് 1 ഫ്രീ ആണ് ഏത് സാധനം എടുക്കുകയാണെങ്കിലും കേട്ടോ. അപ്പോൾ നല്ലൊരു ലോട്ടറി തന്നെയാണ് നമുക്ക് കിട്ടിയെന്ന് തന്നെ പറയുന്നത് അല്ലേ. കാരണം ഒരുപാട് സാധനങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, എല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, അതാണ് സങ്കടമായത് കേട്ടോ. ഞാൻ ആകെ എന്താ എടുക്കുക, സെറാമിക്കിൻ്റെ ഉണ്ട്, വുഡിൻ്റെ ഉണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. അപ്പോൾ റേറ്റിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓഫറാണല്ലോ ഇത് കിട്ടുന്നത്. ഓഫർ എന്ന് പറഞ്ഞാൽ 50% ഓഫറാണല്ലോ. അപ്പോൾ ഫിറോസ്ഖാൻ പറയണേ ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ പറ്റില്ല, കാരണം ഒരു ലഗേജ് കൊണ്ടുപോകണ ഒരു കണക്കുണ്ട്, അതിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ സങ്കടമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെയിറ്റ് കുറഞ്ഞ സാധനങ്ങൾ എടുക്കാനും. പ്ലാസ്റ്റിക് ഐറ്റംസ് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, നല്ല ക്വാളിറ്റിയിലുള്ള പ്ലാസ്റ്റിക്കാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമുക്ക് പ്ലാസ്റ്റിക് ഇതൊക്കെ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് ആവശ്യമുള്ളതാണല്ലോ. നമുക്ക് അറിയില്ല ഏതെടുക്കുകയെന്ന് അറിയില്ല. നമുക്ക് ഈ പെട്ടെന്ന് നമുക്ക് ലോട്ടറി അടിച്ച് നമ്മളെന്താ ക്യാഷ് കാട്ടുമെന്ന് അറിയില്ലല്ലോ. അതേപോലെ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏതാണ് എടുക്കുക വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുകയാണ്. പക്ഷേ കുറേ സാധനങ്ങൾ ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഫിറോസ്ക പറയും ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ, ഇത്ര അധികം സാധനം കൊണ്ടുപോകാൻ പറ്റില്ല, ലഗേജൊക്കെ ഫുള്ളായിട്ടുണ്ടാവും എന്ന് പറഞ്ഞ്. ഇനി എനിക്ക് ഡ്രാഗൺ മാർട്ടിലും മറ്റേ ഇവിടെയൊക്കെ പോകാനുള്ളതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഹോം സെൻറ്ററിലൊന്നും പോയിട്ടില്ലല്ലോ, അവിടെ നിന്നൊക്കെ എനിക്ക് സാധനം വാങ്ങിക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം കൂടി വാങ്ങിച്ച് കഴിഞ്ഞാൽ എങ്ങനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാൽ ആകെ ചടപ്പിച്ചിട്ടോ. അപ്പോൾ കുറേ സാധനം തിരിച്ചങ്ങോട്ട് തന്നെ വെക്കും. എന്നാലും എന്തൊക്കെ അറിയില്ല, നമുക്ക് എന്താ വാങ്ങിക്കുക ഒന്നും ആകെ ഒരു ഇതാവുകയാണ്. എല്ലാം ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ സുഖമായിരുന്നു. ഇതെങ്ങനെ നാട്ടിലേക്ക് എത്തിക്കുന്നത് ആലോചിച്ച് നമുക്ക് ലഗേജ് ഫുള്ളാവുമോ ഒന്നും അറിയില്ലല്ലോ. ആ ഒരു ആകെ ടെൻഷനൊക്കെ ആയിരുന്നു. എന്നാലും കുറേയൊക്കെ സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് കേട്ടോ. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണ ഈ പാത്രങ്ങളൊക്കെ ഇതൊക്കെ നല്ല ഓഫറാണ് കേട്ടോ. ഞാൻ ആമസോണിലെ റേറ്റ് നോക്കിയപ്പോൾ നല്ല വ്യത്യാസമുണ്ട് ഇവിടെ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉള്ളത് നല്ല ക്വാളിറ്റി ഉള്ളതാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഞാൻ കുറച്ചധികം ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ കുറേ പ്ലാസ്റ്റിക്കിൻ്റെ ഞാൻ വാങ്ങിച്ചു, കാരണം പ്ലാസ്റ്റിക്കും നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ എന്തായാലും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാണല്ലോ. പിന്നെ സിറാമിക്കിൻ്റെ ഞാൻ കുറേ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പക്ഷേ സിറാമിക്കൊക്കെ കൂടുതൽ നല്ല വെയിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ടെൻഷനാവുക എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത്. പിന്നെ ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് ഇവിടെ ഹോം ബോക്സിൽ കണ്ട് എന്താ വെച്ചാൽ ഓൾറെഡി അവിടെ റേറ്റ് കുറവാണ്. ഇപ്പോൾ ഇതിന് മുമ്പത്തെ ഷോപ്പിലുള്ള റേറ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അവിടെ നമ്മൾ ഇങ്ങനെ ഈ 9, 10, 11 ദിർഹം അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഓൾറെഡി അതിൻ്റെ റേറ്റ് 15 ദിർഹം, 11 ദിർഹം അങ്ങനെയൊക്കെ ഉള്ളൂ കേട്ടോ. അതും പകുതി റേറ്റിന് കിട്ടുമെന്ന് പറയുമ്പോൾ നല്ല ഓഫറായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് ഈ കടയിൽ വരികയാണെങ്കിൽ എൻ്റെ ലഗേജ് ഫുള്ളായിട്ടുണ്ടാവുന്നത്. എന്നാലും കുറേ സാധനങ്ങൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ സങ്കടമായതെന്ന് വെച്ചാൽ ഈ ഇതില്ലേ കാർപ്പറ്റൊക്കെ അല്ലേ നമ്മൾ ലിവിങ് റൂമിലിടുന്ന ഡൈനിങ് ഹാളിലിടുന്ന കാർപ്പറ്റൊക്കെ, അതൊക്കെ നല്ല ഓഫറാണ് ഇവിടെ ഉള്ളത്. പക്ഷെ അതൊന്നും ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതൊക്കെ ഭയങ്കര സങ്കടമായി അതൊക്കെ മിസ് ചെയ്തത് കേട്ടോ. പിന്നെ ബെഡ്ഷീറ്റ് ഞങ്ങൾ ഇവിടുന്ന് 1-2 ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. പിന്നെ കുഷ്യനൊക്കെ നല്ല ഓഫറിലാണ് കിട്ടിയത്. അത് നല്ല വെറൈറ്റി കുഷ്യനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നാലും ചുരുക്കി പറഞ്ഞാൽ കുറേ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരുവിധം സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് ഫിറോസ്ക വെക്കാൻ പറഞ്ഞു, കാരണം ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ സാധനങ്ങൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ട് അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുവച്ചിട്ടുണ്ട്, അത് അവർ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടുന്ന് കേട്ടോ. എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ച അതേക്കെ പോലെയുള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളത്. കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഞങ്ങൾ പോയിട്ടുള്ളത് ഹോം സെൻറ്ററിലാണ്. പിന്നെ നമ്മുടെ നാട്ടിലുള്ള ഹോം സെൻറ്ററിനോട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കണ്ട പ്രത്യേകത എന്താണെന്ന് അറിയോ? നമ്മുടെ നാട്ടിലെ ഹോം സെൻറ്ററിലേക്കാണ് കയറിയാൽ ഫസ്റ്റിൽ തന്നെ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല അങ്ങനെയുള്ള കളേഴ്സിലാവുമല്ലോ പാത്രങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ടാവുക. ഇവിടെ അങ്ങനെ ഇല്ല കേട്ടോ. അങ്ങനെ കളർഫുള്ളായിട്ടൊന്നും കാണിക്കണില്ല. എല്ലാ കളേഴ്സും ഒരു കൂടുതലും പേസ്റ്റൽ കളേഴ്സ്, ഗോൾഡൻ, ബ്ലാക്ക് അങ്ങനെയുള്ള കളേഴ്സിലൊക്കെയാണ് കേട്ടോ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിക്കണോ എനിക്കറിയില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ. ഹോം സെൻറ്ററിലേക്കാണ് കയറുമ്പോൾ തന്നെ പച്ച, മഞ്ഞ, ചുവപ്പ്, നീല അങ്ങനെയൊക്കെയുള്ളൊരു കളേഴ്സിൽ നമ്മൾ മനസ്സിലേക്ക് വരിക. എന്നാൽ ഇവിടെ അങ്ങനെ ഇല്ല. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഹോം ബോക്സിലെ അവിടെ ഉള്ളതിനേക്കാളും ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഹോം സെൻറ്ററിൽ. പിന്നെ റേറ്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. പൊതുവേ ഹോം സെൻറ്ററിൽ നല്ല റേറ്റുമാണ്, അത്യാവശ്യം നല്ല ക്വാളിറ്റി സാധനങ്ങളുമാണ്. ക്വാളിറ്റി മാത്രമല്ല നല്ല വെറൈറ്റി പീസും ഉണ്ടാവാറുണ്ട്.
പിന്നെ ഹോം ബോക്സിൽ ഉണ്ടാവാറുണ്ട് കേട്ടോ വെറൈറ്റി പീസ്. ഇത് ഓഫർ വെച്ചതുകൊണ്ട് അവർ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മാറ്റി വെച്ചതാണോ ഇല്ലെങ്കിൽ സെയിലായി പോയതാണോ എന്ന് അറിയില്ല. എന്നാലും വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട പാത്രങ്ങൾ, അതേപോലെ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ, പിന്നെ അത്യാവശ്യം വേണ്ട പ്ലാസ്റ്റിക് സാധനങ്ങൾ, അങ്ങനെയുള്ളത് വുഡിൻ്റെ ഐറ്റംസ്, അതൊക്കെ ഒരുപാട് പീസ് അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളതിൽ നല്ലതൊക്കെ നോക്കി ഞാൻ സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റില്ല, ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ ഒരുപാട് വെറൈറ്റി ആയിട്ട് സാധനങ്ങളുണ്ട്. ഇവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾ സമാധാനമായിട്ട് വീഡിയോ ഉണ്ടുള്ളൂ. ഞാൻ കുറച്ചേരം വായ പൂട്ടിയേക്കാണ്. ഇവിടെ അടുത്തിരുന്ന് ഫിറോസ്ക പറയണേ, നീ കുറച്ചേരം വായ പൂട്ടിയേക്കോ, അവരൊന്ന് സമാധാനത്തോടു കൂടി കണ്ടോട്ടേന്ന്. അതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് അടിക്കട്ടോ. കാരണം ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ മറന്നു പോകണം. ഇപ്പോൾ തന്നെ ലൈക്ക് അടിച്ചോളൂ. പിന്നെ അതേപോലെ ഒന്ന് കമൻറ്റ് ഇടുക, എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ ഒരു ഇമോജെങ്കിലും ഇടുക. കാരണം അതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും വീഡിയോസൊക്കെ ഇടാനുള്ള ഒരു ഇൻസ്പിറേഷൻ കിട്ടുള്ളൂ. ഇനി നിങ്ങൾ സമാധാനത്തോടു കൂടി കണ്ടോളൂ.
പിന്നെ അടുത്ത ഫ്ലോറിൽ കംപ്ലീറ്റ് ആയിട്ട് ഫർണിച്ചർ ഐറ്റംസാണ്, അതായത് സോഫ, ഡൈനിങ് ടേബിള്, അങ്ങനെയുള്ള ബെഡ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് ഒരുപാട് ഏരിയ ഉണ്ട്. അതൊന്നും ഞാൻ വീഡിയോസ് എടുത്തിട്ടില്ല, കാരണം മുമ്പത്തെ വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. അതേപോലെ അതിൽ സിമിലർ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അത് കൂടുതൽ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോസ്. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിതപ്പോൾ ഫ്ലാറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലിവിങ് റൂമിലാണ് ഇപ്പോൾ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. കാരണം 2 ബെഡ്റൂമാണുള്ളത്. ഒരു ബെഡ്റൂമിൽ ഞങ്ങളും മറ്റേ ബെഡ്റൂമിൽ അവരുമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ലിവിങ് റൂമാണ് ഇവിടെ ഫ്രീ ആയി കിടക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ എല്ലാ സാധനങ്ങളും വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് പൊട്ടുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് വാളിൻ്റെ അടുത്തേക്ക് വെക്കുകയാണ്. സൈഡിൽ വെച്ചാൽ ആരെങ്കിലും അടുത്ത് കൂടെ പോകുമ്പോൾ ചവിട്ടി പൊട്ടിക്കുമെന്ന് പിടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ അരുവൊക്കെ മാറ്റി വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഓക്കെ ബൈ.